അതേസമയം പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയക്കെതിരായ LDF അനൗൺസ്മെന്റ് കൃത്യമായ ആസൂത്രണത്തെ തുടർന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമം നടക്കുന്നു. ഔദ്യോഗിക പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനൗൺസ്മെന്റ് ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും ന്യൂസ് 18നോട് CPM കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന പേരാമ്പ്രയിൽ പുതിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കൊപ്പം പേരാമ്പ്രയിലെ പ്രമുഖ UDF നേതാവും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ TT ഇസ്മായിലുണ്ട്. പേരാമ്പ്ര ഒരു വലിയ പോരാട്ടത്തിലേക്ക്, ഇടതുകോട്ടയായി വർഷങ്ങളോളം നിലനിന്നിരുന്ന മണ്ഡലമാണ്. അവിടെ ഒരു പുതിയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കം നടക്കുന്നു എന്നാണോ നിങ്ങളുടെ ആരോപണം? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത ഒരു കമ്മ്യൂണലൈസേഷൻ പ്രോസസ്സാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ഇരകളായി വീണു പോവാതെ വോട്ടർമാർ എന്താണ് ജനാധിപത്യം എന്നുള്ളതും എന്താണ് മതേതരത്വം എന്നുള്ളതും കൃത്യമായി പഠിച്ചിട്ട് വേണം വോട്ട് ചെയ്യാനെന്നുള്ള അഭ്യർത്ഥനയാണ് മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വോട്ടർമാരോട് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഓളവും വടകരയിൽ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു ഓളമാണ്. വടകര എക്കാലത്ത് CPMന്റെ ഒരു കോട്ടയായി നിന്നിരുന്നതാണ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM അവിടെ വലിയ പരാജയം വാങ്ങി. എന്നാൽ വിജയിക്കും എന്ന് കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വടകരയിൽ നിർത്തി ഷാഫി പറമ്പിലിനെതിരെ മത്സരിപ്പിക്കാൻ ഒരുങ്ങിയിട്ടും പരാജയ ഭീതിയിൽ നിന്നാണ് അന്നത്തെ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കൃത്യമായി ഞങ്ങൾക്കതിന്റെ കേന്ദ്രങ്ങൾ അറിയാം. കൃത്യമായി CPMന്റെ പ്രചരണ വാഹനത്തിൽ നിന്നാണ് അത് വന്നത്. അതാര് അങ്ങനെ റെക്കോർഡ് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം. ചിലതൊന്നും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അതിൽ വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വേർഡാണ്. എന്താണ്? നമ്മുടെ കൗമിലെ കുട്ടി എന്നുള്ള ആ പ്രയോഗം കൃത്യമായി ഒരു വർഗീയത പരത്താൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. കേരളം അതിൽ വീണുപോകും എന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാളുകളായി പല തെരഞ്ഞെടുപ്പുകളായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വികസന സംവിധാനത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ കൃത്യമായി കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിന്റെ ഏറ്റവും വലിയ അരാജകത്വത്തിനെതിരെ ഇത്തവണ വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ല ഇത്. ജാതിക്ക് ജാതിയും മതത്തിന് മതവും പ്രയോഗിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. തുടർന്നും ഒരുപക്ഷെ CPM അങ്ങനെയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ജനാധിപത്യ സമൂഹത്തിന് CPMനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹിക നന്മകളെ ഇല്ലാതാക്കി വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് കേരളത്തോട് പറയാൻ CPM ബാധ്യസ്ഥമാണ് എന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. TP പറയുന്നത് തന്റെ അറിവോടെയല്ല, താൻ ഇത്തരം കാര്യങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടില്ല, അത് ചെയ്തെങ്കിൽ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഈ സ്ഥാനാർത്ഥി ഇങ്ങനെ പറയുന്നതിനെ നിങ്ങൾ ആ അർത്ഥത്തിൽ കാണുന്നുണ്ടോ? TP കേവലം CPMന്റെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, പേരാമ്പ്രയിൽ നേരത്തെ മത്സരിച്ചു എന്നുള്ളതുമല്ല. അദ്ദേഹം ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്. ഞാൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇഷ്യൂവിനെ അദ്ദേഹം തള്ളി പറയുന്നില്ല. CPMന്റെ അടുത്ത് വന്നില്ല, ഞാനത് പറഞ്ഞില്ല എന്നുള്ള ഒരു അഴകുഴമ്പൻ സമീപനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നിരന്തരമായ, അതായത് സിറാത്തിന്റെ പാലം, കാഫിർ സ്ക്രീൻഷോട്ട്, മാഷാ അല്ലാ എന്നിൽ നിന്ന് അവസാനത്തെ ശ്രേണിയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂ ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റാത്തതാണ്. അതിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലക്കും അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ തെറ്റാണെന്ന് ഞങ്ങൾ പറയാം. എന്തായാലും വലിയ വിവാദങ്ങളാണ് വരുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വടകര തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു, അതേ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. ഇക്കാര്യം അറിഞ്ഞില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുമ്പോഴും ഈ പ്രസ്താവന തള്ളിപ്പറയാൻ TP രാമകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് UDF കുറ്റപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.